നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമ ജയിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ജയിച്ച അതിനർത്ഥം എന്റെ ജീവിതത്തില് ഞാൻ സമ്പൂർണമായി തോറ്റു എന്ന് തന്നെ. അതുകൊണ്ട് ഏത് വിധേനയും എനിക്ക് അവളെ കണ്ടെത്തിയേ പറ്റൂ. മാഡം പ്രസാദം. ശരി വക്കീലെ, ഞാനേതായാലും ഇന്ന് കോടതിയിലേക്ക് വരാം. അവിടെ വെച്ച് കാണാൻ പറ്റുമോ നമുക്ക്? എന്തായാലും ഇവിടെ ഷൂട്ടുണ്ടായിരുന്നല്ലോ. വിനയപ്രസാദിനെ കുറിച്ചോ കൂടെയുള്ള കുട്ടിയെക്കുറിച്ചോ ഇവിടെയുള്ള ആർക്കെങ്കിലും അറിയോന്ന് നോക്കാം. വാ. നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ദൂരദിക്കിലുള്ള ഒരുപാട് പേര് കേട്ടറിവ് വെച്ച് നിത്യേന വരുന്നുണ്ട്, തൊഴുത് മടങ്ങുന്നുണ്ട്. തിരുമേനി, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നില്ലേ? ഓ, അവര് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ? ഇല്ല, ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന് അവര് പറഞ്ഞു. ഇവിടെ അടുത്ത എവിടെയോ തന്നെ അവരുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. എവിടെയാണെന്ന് തിരുമേനിക്ക് അറിയാവോ? ക്ഷമിക്കണം, അത്ര താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല. ഇവിടെ ഷൂട്ടിങ്ങിന് വന്നപ്പോ വിനയപ്രസാദ് എന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ അവരുടെ അനിയത്തി ഉണ്ടായിരുന്നോ? ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ആ, തൊഴുതോളൂ. ഞാൻ പൂജ കഴിഞ്ഞിട്ട് പ്രസാദം എടുത്തുതരാം. ആ. മാലിനി, പുറത്തു പോയെന്ന് അന്വേഷിക്കേ. ഞാൻ ഇവിടെ ആരുടെങ്കിലൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. തിരുമേനി, കഴിഞ്ഞ ദിവസം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ? അന്ന് ഇവിടെ ആർട്ടിസ്റ്റ് വിനയപ്രസാദിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടിയെ അറിയോ? ഷൂട്ടിങ്ങിന് വന്നവരില് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ആ നടനെ നടിയെ അറിയാം, ബാക്കി ഉണ്ടായിരുന്നവരെ അത്ര പരിചയം കിട്ടിയില്ല. അന്നിവിടെ വിനയപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഗായിക ശ്യാമ വാസുദേവന് ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് കൊടുത്തിരുന്നു. അന്ന് കാണാൻ പറ്റിയില്ല. അതാരാണെന്ന് അറിഞ്ഞ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ ഇപ്പൊ വന്നത്. അതിപ്പോ ആരാന്നൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഞാനൊന്ന് തിരക്കി നോക്കാം. ഇവിടെയുള്ളവർക്ക് നിശ്ചയം കാണുമെന്ന് ഉറപ്പില്ല. അറിയിക്കുമെങ്കിൽ ഉപകാരമായിരുന്നു. ആ, ശരി, നോക്കാം. ഭഗവാനെ, ഇതുവരെ ആസ്വദിച്ചതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് കൈവിട്ട് പോവെന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്നുള്ളതെല്ലാം നിലനിർത്തി തരണേ. ആ പെൺകുട്ടി ഒരിക്കലും ശ്യാമയുടെ മുമ്പിൽ എത്തരുതേ. അതിനു മുമ്പ് എനിക്ക് കാണിച്ചു തരണേ.
അവളിപ്പോ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തില്. ആ പെൺകുട്ടിയെ കുറിച്ച് ഇവിടെ അന്വേഷിച്ചു. ആർക്കും വലിയ ധാരണയൊന്നുമില്ല. ഇതിപ്പോ കാര്യങ്ങള് വളരെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ ഞാനും ശ്യാമയും തമ്മില് ഒരു ഓട്ടപ്പന്തയത്തില. ആരായിരിക്കും ആദ്യം ആ പെൺകുട്ടിയെ കണ്ടെത്താന്ന്. മോളെ, ഈ പ്രസാദം ഇത് അവർക്ക് കൊടുത്തേക്കും. ശരി അച്ഛാ. ശ്യാമ ജയിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ജയിച്ച അതിനർത്ഥം എന്റെ ജീവിതത്തില് ഞാൻ സമ്പൂർണമായി തോറ്റു എന്ന് തന്നെയാ. അതുകൊണ്ട് ഏത് വിധേനയും എനിക്ക് അവളെ കണ്ടെത്തിയേ പറ്റൂ. മാഡം, പ്രസാദം. ശരി വക്കീലെ, ഞാനേതായാലും ഇന്ന് കോടതിയിലേക്ക് വരാം. അവിടെ വെച്ച് കാണാൻ പറ്റുമോ നമുക്ക്? മാഡം, പ്രസാദം. ബാക്കി ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ശരി, ഓക്കെ. മാഡം, അങ്ങനൊരു കുട്ടിയെക്കുറിച്ച് ഇവിടെ ആർക്കും തന്നെ അറിഞ്ഞൂടാ. ഈശാന്തിയും അത് തന്നെയാ പറഞ്ഞത്. ഇനി നമ്മള് ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഈ നാട്ടിലുണ്ട്, ഈ നടയിലുണ്ട്, അത് തീർച്ചയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.